ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്മ അവാർഡ്സിനെ കുറിച്ചാണ് കേട്ടോ. ഇത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കൊരു മാർക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ആ മാർക്ക് നമ്മൾ കളയൂല, നമ്മളിന്ന് പഠിക്കും. ഓക്കെ. അപ്പം നമുക്ക് കൂടുതൽ സംസാരിക്കുന്നില്ല, കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് എത്ര പേർക്കാണ് കിട്ടിയത്? ഇത് പഠിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക് ഉണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഓക്കെ. ടോട്ടൽ കിട്ടിയത് 131. നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പറോ പെന്നൊക്കെ എടുത്തിട്ട് ഒന്ന് ഒന്ന് എഴുതി വെക്കി. നമ്പേഴ്സ് ഒന്ന് വെറുതെ നോക്കിയാൽ മതി കേട്ടോ. മൊത്തം എത്ര പേർക്ക് കിട്ടി? 131. അടുത്തത് പത്മവിഭൂഷണാണ്. അത് 5 പേർക്കും. പത്മഭൂഷൺ ലഭിച്ചത് 13 പേർക്കും. പത്മശ്രീ ലഭിച്ചത് 113 പേർക്കും. എന്തെങ്കിലും ഒരു സിമിലാരിറ്റി ഉണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം എന്താന്നുള്ളത്. നമ്മൾ പത്മ പുരസ്കാരങ്ങൾ ടോട്ടൽ ലഭിച്ചവരുടെ എണ്ണം നോക്കുന്ന സമയത്ത് 131 ഉണ്ട് കേട്ടോ. 131. അടുത്തത് പത്മവിഭൂഷന്റെ കാര്യം നമുക്ക് മാറ്റി നിർത്താം. അടുത്തത് പത്മഭൂഷന്റെ കാര്യം നോക്കിയേ. 13 പേർക്ക്. ഏ പിന്നെ പിന്നെ പത്മശ്രീ നോക്കുമ്പോൾ 113 പേർക്ക്. എന്തൊക്കെയോ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ഒക്കെ ചെയ്ത പോലെ തന്നെ അല്ലേ? അത്രയേ ഉള്ളൂ. അപ്പം പിന്നെ പത്മവിഭൂഷൺ 5 പേർക്ക്. അത് കുറച്ച് പേർക്കല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. പത്മവിഭൂഷണാണോ പത്മഭൂഷണാണോ പത്മശ്രീ ആണോ വലുതെന്നുള്ളത്. അതായത് ഏറ്റവും കുറച്ച് കൊടുക്കുന്നത് എന്താണോ അതാവുമല്ലോ ഏറ്റവും വലുത്. അതായത് ഒരുപാട് പേർക്ക് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് അത്രയും വലിയൊരു അവാർഡ് ആവില്ലല്ലോ. കുറച്ച് പേർക്ക് മാത്രം കൊടുക്കുമ്പോഴല്ലേ അത് ഒരു വലിയ അവാർഡ് ആവുക. അപ്പോൾ പത്മവിഭൂഷൺ 5 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഏറ്റവും വലുത് കേട്ടോ. അതിന് തൊട്ട് താഴെയാണ് പത്മഭൂഷൺ. ഓക്കെ. അത് പേരുകൾ ചെറുതായി ചെറുതായി വരുന്നുണ്ടല്ലോ. പിന്നെ പത്മശ്രീ. അപ്പോൾ പത്മവിഭൂഷൺ എത്ര പേർക്കാണ് കിട്ടിയത്? 5 പേർക്ക്. പത്മഭൂഷൺ ലഭിച്ചത് 13 പേർക്ക്. പത്മശ്രീ ലഭിച്ചത് 113 പേർക്കാണ് കേട്ടോ. പിന്നെ എത്ര വനിതകൾക്ക് കിട്ടി? 19 പേർക്ക്. എത്ര സ്പോർട്സ് താരങ്ങൾക്ക് കിട്ടി? 9 പേർക്ക്. എന്തൊരു സിമിലാരിറ്റി ഇല്ലേ? അപ്പോൾ സിമ്പിളാണ്. ഇപ്രാവശ്യം അത് പഠിച്ചെടുക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. മനസ്സിലായില്ലേ? വനിതകൾ 19ഉം സ്പോർട്സ് താരങ്ങൾ 9ഉം. ഓക്കെ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളാരും അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കില്ല. അപ്പം തന്നെ എഴുതും കേട്ടോ. അപ്പോൾ അത്ര സിമ്പിളായിട്ട് നമുക്ക് പഠിക്കുകയാണ്. അപ്പോൾ അടുത്തത് പത്മ പുരസ്കാരം നേടിയ വിദേശികൾ എത്ര പേരാണ്? 6. ഓക്കെ. അതായത് 9 തിരിച്ചിട്ട് 6. എങ്ങനെയാണ്? ഫസ്റ്റ് വനിതകൾ 19 പേര്, സ്പോർട്സ് താരങ്ങൾ 6 അല്ല സോറി സ്പോർട്സ് താരങ്ങൾ 9 പേരും, വിദേശികൾ 6 പേരും, മരണാനന്തരം 16 പേര്. ഓക്കെ. എന്തൊക്കെയൊരു സിമിലാരിറ്റി ഇല്ലേ? നിങ്ങളിങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. അല്ലെങ്കിൽ സ്ക്രീനിൽ ഞാൻ കൊടുക്കാം. അത് നിങ്ങൾ നോക്കിയാലും മതി. ഓക്കെ. എന്തെങ്കിലും ജോലിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും കാണുന്നുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാലും നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് കിട്ടും. അടുത്തത് നമുക്ക് ഇപ്രാവശ്യം മലയാളികൾക്ക് ഒരുപാട് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് അവാർഡാണ് കേട്ടോ. കാരണം ഒരുപാട് മലയാളികൾ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പത്മവിഭൂഷന്റെ കാര്യം നോക്കുമ്പോൾ ടോട്ടൽ 5 പേർക്ക് കിട്ടേണ്ടതിൽ അതിൽ 3 പേരും മലയാളികൾ തന്നെയാണ്. അപ്പം അത്രയും നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് കേട്ടത്. അപ്പോൾ പത്മവിഭൂഷന്റെ കാര്യം നോക്കുമ്പോൾ മൊത്തം 3 പേർക്കാണല്ലോ കിട്ടിയത്. മീൻസ് മലയാളികൾ കിട്ടിയത്. മൊത്തം 5 പേരിൽ 3 പേര് കേട്ടോ. അതായത് മെജോറിറ്റി 50% കൂടുതലും മലയാളികളാണ്. അപ്പം ഫസ്റ്റത്തത് വി.എസ്. അച്യുതാനന്ദൻ. പബ്ലിക് അഫയേഴ്സ് ആണ് കേട്ടോ. മരണാനന്തരമാണ് കിട്ടിയത് വി.എസ്. അച്യുതാനന്ദന്. പിന്നെ അടുത്തത് പി. നാരായണൻ, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. ഓക്കെ. പിന്നെ അടുത്തത് ജസ്റ്റിസ് കെ.ടി. തോമസ്. ഈ പേരുകൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കുക, മറക്കരുത്. എന്താണ്? വി.എസ്. അച്യുതാനന്ദൻ, പി. നാരായണൻ, പിന്നെ കെ.ടി. തോമസ്. ഓക്കെ. അച്യുതാനന്ദനും നാരായണനും തോമസും മറക്കരുത്. അച്യുതാനന്ദൻ, നാരായണൻ, തോമസ് എന്നിവർക്കാണ് കിട്ടിയിട്ടുള്ളത്. പി. നാരായണന് ലഭിച്ചിട്ടുള്ളത് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ നിന്നാണ് കേട്ടോ. ജസ്റ്റിസ് കെ.ടി. തോമസോ അത് പബ്ലിക് അഫയേഴ്സ് ആണ്. പിന്നെ അടുത്തത് ഇത് ഞാനിപ്പം പറഞ്ഞു പോകുന്നത് മലയാളികളെ വെച്ചിട്ടാണ് കേട്ടോ. ഇതൊന്ന് ഫസ്റ്റ് പഠിച്ചെടുക്കുക. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അടുത്തത് പത്മ ഭൂഷണാണ്. പത്മഭൂഷൺ ലഭിച്ചത് 2 മലയാളികളാണ്. അത് ഒന്ന് മമ്മൂട്ടിയാണ്, നമ്മളുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി. അടുത്തത് വെള്ളാപ്പള്ളി നടേശൻ. ഓക്കെ. ഫസ്റ്റത്തത് മമ്മൂട്ടി, പിന്നെ വെള്ളാപ്പള്ളി നടേശൻ. ഓക്കെ. അങ്ങനെ പത്മഭൂഷൺ 2 പേർക്ക് കിട്ടി. പത്മശ്രീ മൊത്തം 3 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്, മലയാളികളായിട്ടുള്ളത്. ഒന്ന് എ.ഇ. മുത്തുനായകം, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ് കേട്ടോ. എ.ഇ. മുത്തുനായകം സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലും, കലാമണ്ഡലം വിമല മേനോൻ ആർട്സിലാണ്, അതായത് മോഹിനിയാട്ടത്തിലാണ് ആള് ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ കലാമണ്ഡലം വിമല മേനോന് ആർട്സ് വിഭാഗത്തിൽ മോഹിനിയാട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആരാണ് പത്മശ്രീ ലഭിച്ചത്? മൊത്തം 3 പേരാണ്. അതിൽ ഇപ്പോൾ 2 പേരുടെ പേര് നമ്മൾ പറഞ്ഞത്. ആരുടെ ആയിരുന്നു ആദ്യം പറഞ്ഞത്? അത് മുത്തുനായകം. എന്ത് പേര്? മുത്തുനായകം. ഓക്കെ. പത്മശ്രീ ലഭിച്ചത് എ.ഇ. മുത്തുനായകം സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ്. കലാമണ്ഡലം വിമല മേനോൻ ആർട്സിലാണ് കേട്ടോ. മോഹിനിയാട്ടാണ് വിഭാഗം. അടുത്തത് കൊല്ലയ്ക്കൽ ദേവകി അമ്മ. ഓക്കെ. അത് സോഷ്യൽ വർക്കാണ്. വനവൽക്കരണത്തിന് നൽകിയ ആജീവനാന്ത സംഭാവനയ്ക്കാണ് കേട്ടോ. എന്താ ഇവരുടെ ഫോട്ടോ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ആ പേര് ഒരിക്കലും മറക്കൂല. കാരണം അവരൊരു കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് സംഭവം. ഓക്കെ. കൊല്ലയ്ക്കൽ ദേവകി അമ്മ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് എ.ഇ. മുത്തുനായകം. പത്മശ്രീ ലഭിച്ചത് 3 പേർക്കാണ് കേട്ടോ. എ.ഇ. മുത്തുനായകം, പിന്നെ കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലയ്ക്കൽ ദേവകി അമ്മ. ഈ 3 പേരായിരിക്കും നിങ്ങൾക്ക് പിന്നെ പഠിക്കാൻ ബുദ്ധിമുട്ട്. ബാക്കി എല്ലാവരുടെയും പേരുകൾ നിങ്ങൾ പിന്നെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഒന്നുകൂടി പറഞ്ഞാലോ. പത്മവിഭൂഷൺ
പത്മവിഭൂഷൺ ലഭിച്ചത് വി.എസ്. അച്യുതാനന്ദൻ, രണ്ടാമത് പി. നാരായണൻ, 3 കെ.ടി. തോമസ്. ഓക്കെ, ഈ 3 മലയാളികളുണ്ട്. ഏതൊക്കെയാണ് മനസ്സിലായല്ലോ? മറക്കരുത്. പത്മവിഭൂഷൺ ലഭിച്ചത് മൊത്തം 3 മലയാളികൾക്ക്, അതായത് 5 പേരിൽ 3 പേര് മലയാളികൾ. അടുത്തത് പത്മഭൂഷൺ 2 മലയാളികൾ, അത് 1 മമ്മൂട്ടി, പിന്നെ അടുത്തത് വെള്ളാപ്പള്ളി നടേശൻ. പത്മശ്രീ ലഭിച്ചത് 3 മലയാളികൾ, എ.ഇ. മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, പിന്നെ കൊല്ലയ്ക്കൽ ദേവകി അമ്മ. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ഫാസ്റ്റായിട്ട് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും, പക്ഷേ നിങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും. ഓക്കെ, ഇതൊരു 2 തവണ റിപ്പീറ്റ് അടിച്ച് കേൾക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പേരുകൾ കൃത്യമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റിയില്ലെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആൻസർ കിട്ടും. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര പേരെ പഠിച്ചല്ലോ. പിന്നെ നമുക്ക് പത്മവിഭൂഷൺ ലഭിച്ച ബാക്കി 2 പേര് ആരൊക്കെയാണെന്ന് കൂടി നോക്കിയാലോ. അത് ഒന്ന് ധർമ്മേന്ദ്ര സിംഗ് ദിയോളും പിന്നെ ഒന്ന് എൻ രാജം ആണ് കേട്ടോ. വയലിനിസ്റ്റ് ആണ് എൻ രാജം. പിന്നെ ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ അറിയാലോ, എന്താ നടനാണ്. അപ്പം അദ്ദേഹത്തിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എത്ര പേർക്കാണ്? മൊത്തം 5 പേരാണ്. അതിൽ 3 മലയാളികൾ. 3 മലയാളികളുടെ പേര് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഒന്ന് വി.എസ്. അച്യുതാനന്ദൻ, പി. നാരായണൻ, പിന്നെ കെ.ടി. തോമസ്. ഓക്കെ, അത്ര പേരെ മറക്കരുത്. പിന്നെ 2 പേരും കൂടി എക്സ്ട്രാ പഠിച്ചു. അത് എൻ രാജമാണ്. ഒന്ന് രാജം സ്ത്രീയാണ് കേട്ടോ. എൻ രാജം ആണ്. RAJAM. നിങ്ങൾ സ്ക്രീനിൽ നോക്കുക. ഒന്ന് വെറുതെ എന്തെങ്കിലും ജോലിയുടെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, എൻ രാജം, പിന്നെ നടനായിട്ടുള്ള ധർമ്മേന്ദ്ര സിംഗ് ദിയോൾ. ഇങ്ങനെ മൊത്തം 5 പേർക്കാണ് പത്മവിഭൂഷൺ അവാർഡ് കിട്ടിയിട്ടുള്ളത്. പിന്നെ പത്മഭൂഷൺ കിട്ടിയ 2 പേര്, 2 മലയാളികളുടെ ഞാൻ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു അത്? ഓർമ്മയുണ്ടോ? ഒന്നാരാ? മമ്മൂട്ടി. 2 വെള്ളാപ്പള്ളി നടേശൻ. ബാക്കിയുള്ള ആൾക്കാരെ നോക്കിയാലോ. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. നിങ്ങൾക്ക് ജസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന സമയത്ത് പേരുകൾ സ്ട്രൈക്ക് ചെയ്തിട്ട് എഴുതാൻ പറ്റിയാലോ. ഇതെല്ലാം നിർബന്ധമായിട്ട് ഫുൾ പഠിച്ചു പോകണമെന്നൊന്നും പറയണം. ഇത്ര പേര് ഫുള്ളൊന്നും പേര് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. പക്ഷെ എന്നാലും ജസ്റ്റ് നോക്കി പോവാം. ഓക്കെ, ഫസ്റ്റ് അൽക്ക യാഗ്നിക്. ആരാണ്? അൽക്ക യാഗ്നിക്. ഓക്കെ, ആർട്ടാണ് വിഭാഗം, ഈ അൽക്ക യാഗ്നിക്. പിന്നെ അടുത്തത് ഭഗത് സിംഗ് കോഷ്യാരി. എന്താണ്? ഭഗത് സിംഗ് കോഷ്യാരി, പബ്ലിക് അഫയേഴ്സ് ആണ്. പിന്നെ കല്ലിപ്പട്ടി രാമസ്വാമി പളനിസ്വാമി. ഓക്കെ, അത് മെഡിസിൻ ആണ് വിഭാഗം. കല്ലിപ്പട്ടി രാമസ്വാമി പളനിസ്വാമി. ഓക്കെ, കല്ലിപ്പട്ടി രാമസ്വാമി പളനിസ്വാമി, മെഡിസിൻ ആണ് വിഭാഗം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അൽക്ക, പിന്നെ ഭഗത് സിംഗ്, പിന്നെ കല്ലിപ്പട്ടി രാമസ്വാമി പളനിസ്വാമി. മനസ്സിലായല്ലോ? അത് മെഡിസിൻ ആണ് കേട്ടോ വിഭാഗം. പിന്നെ മമ്മൂട്ടീൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അടുത്തത് നോറി ദത്തത്രേയേഡു, അതാണ് പേര്. ഓക്കെ, നോറി എന്ന് പഠിക്കാം. ഓക്കെ, നോറി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് മെഡിസിൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ പീയൂഷ് പാണ്ഡെ എന്ന് പറഞ്ഞ ആൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്തത് SKM മൈലിനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ്? SKM മൈലിനന്ദൻ. ഓക്കെ, മൈലിനന്ദനാണ് കേട്ടോ, നാഥനല്ല, മൈലിനന്ദൻ. ഓക്കെ, SKM എന്ന് പഠിക്കാം. ഓക്കെ, സിമ്പിളായിട്ട്. അടുത്തത് ആരാണ്? ഷിബു സോറൻ. എന്താണ്? ഷിബു സോറൻ. എന്താ പേര്? ഷിബു സോറൻ. പിന്നെ അടുത്തത് ഉദയ് കൊടക്. കൊടക് ബാങ്കിൻ്റെ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ടാവും. ഇങ്ങനെ ഇൻഡസ്ട്രി ഒക്കെ ബന്ധപ്പെട്ട ആ ഒരു ഇതിലാണ് കേട്ടോ, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി എന്നുള്ള ആ വിഭാഗത്തിലാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അടുത്തത് VK മൽഹോത്ര. ജസ്റ്റ് കേട്ട് മതി കേട്ടോ ഇതൊക്കെ. ഈ ഭാഗങ്ങളൊക്കെ അതായത് മാക്സിമം അധികം മലയാളികളുടെയാണ് ചോദിക്കാറ്. പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും എക്സ്ട്രാ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് കേട്ടിരിക്കുക. എന്നിട്ട് ഒന്നും കൂടി 2 തവണയൊക്കെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, പിന്നെ അടുത്തത് ആരാണ്? വെള്ളാപ്പള്ളി നടേശൻ. പിന്നെ വിജയ് അമൃത് രാജ്. എന്താണ്? വിജയ് അമൃത് രാജ്. പിന്നെ അടുത്തത് ശതാവധാനി R ഗണേഷ്. എന്താ പേര്? ശതാവധാനി R ഗണേഷ്. ഇത്ര പേരുടെ പേരുകൾ ഒന്ന് കേട്ടിരിക്കാം. ഒന്നും കൂടി വായിക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് കേൾക്കുക. വേറൊന്നും ചെയ്യണ്ട, വെറുതെ കേട്ടാൽ മതി. ഫസ്റ്റ് ആരാ? നമുക്ക് വെള്ളാപ്പള്ളി നടേശന്, മമ്മൂട്ടി, ഇത് മറക്കരുത്. അടുത്തത് അൽക്ക യാഗ്നിക്, ഭഗത് സിംഗ്, പിന്നെ കല്ലിപ്പട്ടി രാമസ്വാമി പളനിസ്വാമി, പിന്നെ നോറി, പിന്നെ പീയൂഷ്, പിന്നെ മൈലിനന്ദൻ, പിന്നെ ശതാവധാനി, ഷിബു സോറൻ, ഉദയ് കൊടക്, VK മൽഹോത്ര, പിന്നെ വിജയ് അമൃത്രാജ്. ഇത്ര പേര് ജസ്റ്റ് ഒന്ന് കേട്ട് വയ്ക്കാം. ഓക്കെ, പിന്നെ വിജയ് അമൃത്രാജ് ഇല്ലേ, അതൊന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം സ്പോർട്സ് ആണ് മേഖല. ഈ സ്പോർട്സ് മേഖലയിലുള്ള ആൾക്കാരുടേത് എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. അവരുടെ ഇവരേത് വിഭാഗത്തു നിന്നാണ് കിട്ടിയത്, അപ്പോൾ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സ്പോർട്സ് ആണ് മേഖല. സ്പോർട്സിൽ ഏതാണെന്ന് എടുത്ത് ചോദിക്കുകയെന്നുണ്ടെങ്കിൽ അത് ടെന്നീസാണ് കേട്ടോ. അപ്പോൾ ടെന്നീസ് അത് മറന്നു പോരുത് കേട്ടോ. പിന്നെ പത്മശ്രീയിൽ നമുക്ക് കുറച്ച് പേരുടെ പേരുകൾ വെറുതെ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് വായിച്ച് വെക്കാം. അതിലും മെയിൻലി സ്പോർട്സ് ഒക്കെ തന്നെയാണ് ചോദിക്കാൻ സാധ്യത. എന്നാലും നമുക്കൊന്ന് നോക്കി വയ്ക്കാം.
ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുത്തുനായകം. പിന്നെ അൻകെ ഗൗഡ എന്ന് പറഞ്ഞിട്ടൊരാൾക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേര് അൻകെ ഗൗഡ, സോഷ്യൽ വർക്കാണ്. പിന്നെ അർമിത ഫെർണാണ്ടസ്, മെഡിസിൻ ആണ് കേട്ടോ. പിന്നെ ബൽദേവ് സിംഗ്, ഇത് സ്പോർട്സ് ആണ്. ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ബൽദേവ് സിംഗ് സ്പോർട്സ് ആണ്, മറക്കരുത്. ഹോക്കി കോച്ചാണ് കേട്ടോ, ഹോക്കിയുടെ കോച്ചാണ്. പിന്നെ ഭഗവാൻ ദാസ് റൈക്വാർ ആണ്. ഭഗവാൻ ദാസ് റൈക്വാർ ബൻഡേലി മാർഷൽ ആർട്സിൽ ഒരാളാണ് കേട്ടോ. പിന്നെ ഗായത്രി ബാലസുബ്രഹ്മണ്യം, പിന്നെ രജനി ബാലസുബ്രഹ്മണ്യം ആർട്സ് ആണ് കേട്ടോ മേഖല. പിന്നെ ഹർമൻപ്രീത് കൗർ ആണ്, സ്പോർട്സ് ആണ് മേഖല, അറിയാലോ. ക്രിക്കറ്റ് ആണ് കേട്ടോ. പിന്നെ കലാമണ്ഡലം വിമല മേനോൻ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? മോഹിനിയാട്ടാണ്, ആർട്സ് ആണ്. പിന്നെ പ്രവീൺ കുമാർ മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? സ്പോർട്സ് ആണ് കേട്ടോ. അദ്ദേഹം ഹൈ ജമ്പ് താരാണ്. പിന്നെ അടുത്തത് രോഹിത് ശർമ്മ, സ്പോർട്സ് ആണ്, ക്രിക്കറ്റ് ആണ്. പിന്നെ സവിത പൂനിയ ഹോക്കിയാണ് കേട്ടോ, ഹോക്കി താരമാണ്. പിന്നെ ഹാളി വാർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, ഹാളി വാർ. ഓക്കെ, സോഷ്യൽ വർക്കാണ് മേഖല. ഇനി നമുക്ക് ഈ സ്പോർട്സിൽ മാത്രം കിട്ടിയവരുടെ ഒരു ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചൊന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തത് വിജയ് അമൃതരാജ്, ടെന്നീസാണ് മേഖല. ബൽദേവ് സിംഗ് ഹോക്കിയാണ്. ഭഗവാൻ ദാസ് റൈക്വാർ ബണ്ടേലി മാർഷൽ ആർട്സ് ആണ്. ഹർമൻ പ്രീത് കൗർ ക്രിക്കറ്റാണ്. നേരത്തെ ഒരാളുടെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അത് പജിനിവേൽ എന്ന് പറഞ്ഞിട്ട് ആളാണ് കേട്ടോ, സിലമ്പമാണ്. സിലമ്പാട്ടം എന്നാണ് പറയുക കേട്ടോ, സിലമ്പം അല്ലെങ്കിൽ സിലമ്പാട്ടം. പിന്നെ പ്രവീൺ കുമാർ ഹൈ ജമ്പ്, രോഹിത് ശർമ്മ ക്രിക്കറ്റ്, സവിത പൂനിയ ഹോക്കി, പിന്നെ വ്ളാഡ്മിർ മെസ്റ്റ് വെർഷ്വിലി. ഓക്കെ, അങ്ങനെ ഒരു പേരുണ്ട്. വ്ളാഡ്മിർ എന്ന് പഠിച്ചാൽ മതി. റെസ്ലിങ്ങിൻ്റെ കോച്ചാണ് കേട്ടോ, ഇന്ത്യക്കാരനല്ല, അതാണ് അങ്ങനത്തെ ഒരു പേര്. അപ്പം ഈ പേരുകൾ മറന്നു പോകരുത്, കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ പ്രവീൺ കുമാറിൻ്റെ കാര്യം ഒന്ന് നോക്കി വയ്ക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈ ജമ്പ് താരമാണെന്ന് പറഞ്ഞല്ലോ, ആൾ പാരാ അത്ലറ്റാണ് കേട്ടോ, പാരാ അത്ലറ്റാണ് പ്രവീൺ കുമാർ. അപ്പോൾ അതും കൂടി ആകുമ്പോൾ നമ്മളുടെ ഏകദേശം പത്മ അവാർഡ്സ് സെറ്റായിട്ടുണ്ട്. നമ്മൾക്ക് അത്യാവശ്യം മാർക്ക് കിട്ടാനുള്ളതൊക്കെ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഞാനും ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരു മാർക്ക് നഷ്ടപ്പെടില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.